സൂര്യയുടെ ഏഴാം അറിവ് എന്ന സിനിമയിൽ ശ്രുതി ഹാസൻ മൈക്രോസ്കോപ്പിലൂടെ DNA നോക്കുന്ന ഒരു സീനുണ്ട്. മൈക്രോസ്കോപ്പിനുള്ളിൽ കിടന്ന് പിടയ്ക്കുന്ന DNA സൂം ഇൻ ചെയ്തും സൂം ഔട്ട് ചെയ്തും അവർ ആ സീനിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ശരിക്കും DNA മൈക്രോസ്കോപ്പിലൂടെ ഇങ്ങനെ കാണാൻ സാധിക്കുമോ? മൈക്രോസ്കോപ്പിലൂടെ DNA കാണാൻ സാധിക്കും. പക്ഷേ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇത്രയും ഡീറ്റെയിൽ ആയൊന്നും DNA കാണാൻ സാധിക്കില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ പോലെയുള്ള അത്യാധുനിക മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് നൂല് പോലെയൊക്കെ DNA നമുക്ക് കാണാനാകും. നമ്മുടെ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം ജീവികളുടെയും ജനറ്റിക് മെറ്റീരിയൽ അഥവാ ജനിതക പദാർത്ഥം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA ആണ്. 4 കാർബണുകളും 1 ഓക്സിജനും അടങ്ങിയിട്ടുള്ള ഫ്യൂറാനോസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഡിയോക്സി റൈബോസ് എന്ന പഞ്ചസാരയും ഫോസ്ഫേറ്റുകളും നൈട്രജൻ ബേസ് എന്ന രാസഘടകവും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് DNA എന്ന തന്മാത്ര നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. DNAയിലെ നൈട്രജൻ ബേസുകൾ പൊതുവെ 4 തരമുണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണവ. ATGC. പൊതുവെ DNAയ്ക്ക് ഒരു പിരിയൻ ഏണിയുടെ രൂപമായിരിക്കും. ഈ പിരിയൻ ഏണിയുടെ ചവിട്ടുപടികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. ഇങ്ങനെയുള്ള DNAയുടെ ഒരു പടിയിൽ 2 നൈട്രജൻ ബേസുകൾ കൂടിച്ചേർന്ന ജോഡികളായിട്ടാണ് കാണപ്പെടുക. അഡിനിന്റെ ജോഡി എപ്പോഴും തൈമിനായിരിക്കും. ഗ്വാനിന്റെ ജോഡിയാകട്ടെ എപ്പോഴും സൈറ്റോസിനായിരിക്കും. ഇനി ഏണിയുടെ ചവിട്ടുപടികൾ ഉറപ്പിച്ചിരിക്കുന്ന ഈ അരികുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മുൻപ് പറഞ്ഞ ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഫോസ്ഫേറ്റും കൊണ്ടാണ്. ഒരു ജീവിയുടെ രൂപത്തെയും സ്വഭാവത്തെയും ആ ജീവി പ്രകടിപ്പിക്കുന്ന വികാരങ്ങളെയും മറ്റ് സവിശേഷതകളെയും എല്ലാം വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ നിയന്ത്രിക്കുന്നത് ഈ DNA ആണ് എന്ന് പറയാൻ കഴിയും. ഇത്തരത്തിൽ ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും ഫംഗസുകളുടെയും സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും എല്ലാം സവിശേഷതകളെ DNA നിയന്ത്രിക്കുന്നു. ഈ DNA ഉണ്ടല്ലോ, DNA ശരിക്കും ഒരു കോഡ് സിസ്റ്റമാണ്. DNAയിലെ കോഡുകൾ എഴുതപ്പെട്ടിട്ടുള്ളത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു ജീനിന്റെ സീക്വൻസ് ആണ്. ഈ സീക്വൻസിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഇതിൽ ഒരുപാട് എയും ടിയും ജിയും സിയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഈ DNA സീക്വൻസിൽ ഒരു പ്രോട്ടീൻ തന്മാത്ര നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നോ? ഈ DNA സീക്വൻസിൽ എക്സോൺ എന്ന് വിളിക്കുന്ന ചില ഭാഗങ്ങളും ഇൻട്രോൺ എന്ന് വിളിക്കുന്ന ചില ഭാഗങ്ങളുമുണ്ട്. ഇതിൽ എക്സോൺ എന്ന് വിളിക്കുന്ന ഭാഗങ്ങളിലാണ് പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത്തരം വിവരങ്ങളൊന്നും ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത DNAയുടെ ഭാഗത്തിനെ ഇൻട്രോൺ എന്നാണ് വിളിക്കുക. ഒരു ജീനിന്റെ സീക്വൻസിൽ ഇത്തരം എക്സോണുകളും ഇൻട്രോണുകളും ഇടകലർന്നാണ് കാണപ്പെടാറുള്ളത്. അതായത് 2 എക്സോണുകൾക്കിടയിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രോണിനെ കാണാൻ സാധിക്കും. ഒരു ജീൻ അഥവാ DNA സീക്വൻസിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാവുക? ഒരു DNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നതിന് മുൻപായി RNA ഉണ്ടാകേണ്ടിയിരിക്കുന്നു. DNA 2 ഇഴകളുള്ള തന്മാത്രയാണെങ്കിൽ RNA ഒരൊറ്റ ഇഴ മാത്രമുള്ള തന്മാത്രയാണ്. DNAയിലെ പഞ്ചസാര ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണെങ്കിൽ RNAയിലെ പഞ്ചസാര റൈബോസ് പഞ്ചസാരയാണ്. അതുപോലെ DNAയിലുള്ള തൈമിൻ എന്ന നൈട്രജൻ ബേസിന് പകരം RNAയിലുള്ളത് യുറാസിൽ എന്ന നൈട്രജൻ ബേസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? DNAയിൽ നിന്ന് എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്? ഒരു DNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകാനായി ആദ്യം RNA ഉണ്ടാകണം. DNAയിൽ നിന്നും RNA ഉണ്ടാക്കുന്ന എൻസൈമിന്റെ പേരാണ് RNA പോളിമറേസ്. ഈ RNA പോളിമറേസ് എന്ത് ചെയ്യുമെന്നോ? RNA പോളിമറേസ് 2 ഇഴകളുള്ള DNAയിൽ നിന്ന് 1 ഇഴ മാത്രമുള്ള RNA ഉണ്ടാക്കിയെടുക്കും. ഈ RNA വിളിക്കുന്ന പേര് മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA എന്നാണ്. അതായത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെസ്സേജ് ഇപ്പോൾ അടങ്ങിയിട്ടുള്ളത് ഈ RNAയിലാണ്. അതായത് പണ്ടുകാലത്തെ രാജാക്കന്മാർ തങ്ങളുടെ സന്ദേശം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ ദൂതന്മാരെ ഉപയോഗിച്ചിരുന്നത് പോലെ DNA ഇവിടെ mRNA ഉപയോഗിക്കുന്നു എന്ന് പറയാം. DNAയിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള എക്സോണുകളും ഇൻട്രോണുകളും ഈ മെസ്സഞ്ചർ RNAയിലും ഉണ്ടാകും. ഈ മെസ്സഞ്ചർ RNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കാനായി ആദ്യം ചെയ്യേണ്ടത് ഇൻട്രോണുകളെ എടുത്തു മാറ്റി എക്സോണുകളെ പരസ്പരം യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇൻട്രോണുകളെ എടുത്തു കളഞ്ഞ് എക്സോണുകളെ യോജിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് സ്പ്ലൈസിംഗ്. സ്പ്ലൈസിംഗിന് ശേഷം നമുക്ക് കിട്ടുന്ന mRNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയ വഴി പ്രോട്ടീനുകളെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ആളുകളുടെ സഹായം വേണം. അതിൽ ഒരാളാണ് റൈബോസോം. റൈബോസോമിനോട് ഒപ്പം ഈ പരിപാടി അലങ്കൃതമാക്കുന്ന നിരവധി എൻസൈമുകളും ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയയെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളും ഉണ്ടാകും. ഈ പ്രോട്ടീനുകൾ ഉണ്ടല്ലോ, അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. ഇത്തരത്തിൽ മൊത്തം ഏതാണ്ട് 20 പ്രധാനപ്പെട്ട അമിനോ ആസിഡുകൾ ഉണ്ട്. ഇനി സ്പ്ലൈസിംഗിന് വിധേയമായ mRNAയിലെ മെസ്സേജുകൾ വായിച്ച് ഏത് അമിനോ ആസിഡ് എവിടെയൊക്കെ ചേർക്കണമെന്ന് എങ്ങനെ മനസ്സിലാക്കും? mRNA എങ്ങനെയാണ് വായിക്കുക? ഈ mRNA വായിക്കേണ്ടത് കോഡോണുകളായിട്ടാണ്. 3 നൈട്രജൻ ബേസുകൾ ഉൾപ്പെടുന്നതാണ് ഒരു കോഡോൺ. ഇവിടെ ഈ mRNAയിൽ ഇത്രയും കോഡോണുകൾ ഉണ്ട്. ഓരോ കോഡോണുകളും ഓരോ അമിനോ ആസിഡുകളെ സൂചിപ്പിക്കുന്നു. ചില അമിനോ ആസിഡുകൾക്ക് ഒന്നിൽ കൂടുതൽ കോഡോണുകൾ ഉണ്ട്. ഇങ്ങനെ കോഡോണുകളെ വായിച്ച് അമിനോ ആസിഡുകളെ അടുക്കി വെച്ചുകൊണ്ടാണ് ശരീരം പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ പ്രോട്ടീനുകൾ അവയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകളുടെ ചാർജും വലുപ്പവും മറ്റ് പ്രത്യേകതകളും അനുസരിച്ച് പല രൂപങ്ങൾ പ്രാപിക്കും. എന്നിട്ട് അവരവരുടെ പണി ചെയ്യും. ചില പ്രോട്ടീനുകൾ എൻസൈമുകളായി പ്രവർത്തിക്കും. ട്രാൻസ്ക്രിപ്ഷൻ നടത്തി DNAയിൽ നിന്ന് RNA ഉണ്ടാക്കിയ RNA പോളിമറേസ് ഒരു പ്രോട്ടീനാണ്, എൻസൈമാണ്. ട്രാൻസ്ലേഷൻ നടത്തുന്ന ട്രാൻസ്ലേഷൻ ഫാക്ടറുകളും പ്രോട്ടീനുകളാണ്. നമ്മുടെ മുടിയിലും നഖത്തിലുമുള്ള കെരാറ്റിൻ പ്രോട്ടീനാണ്.
അസ്ഥിയുടെ ഭാഗമായുള്ള കൊളാജൻ ഒരു പ്രോട്ടീനാണ്. ഇനി കൗതുകകരമായ ഒരു കാര്യം എന്തെന്നാൽ ചില പ്രോട്ടീനുകൾക്ക് DNA-യിൽ അല്ലെങ്കിൽ ജീനുകളിൽ പറ്റിപ്പിടിച്ച് ഇരുന്നുകൊണ്ട് ജീനുകളുടെ പ്രവർത്തനത്തെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. DNA-യിലും mRNA-യിലും അടങ്ങിയിരിക്കുന്ന കോഡുകളെ ട്രാൻസ്ലേറ്റ് അഥവാ വിവർത്തനം ചെയ്തുകൊണ്ട് പ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, mRNA-യിലെ ഏതെങ്കിലും ഒരു കോഡിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ പ്രോട്ടീനുകളിലെ അമിനോ ആസിഡുകളുടെ ക്രമീകരണം പാടെ തെറ്റും. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകേണ്ടുന്ന പ്രോട്ടീന് പകരം മറ്റൊരു പ്രോട്ടീൻ ആയിരിക്കും ഉണ്ടാവുക. ഒരു ജീവിയുടെ ശരീരത്തിലുള്ള എല്ലാ ജീനുകളിൽ നിന്നും പ്രോട്ടീനുകൾ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇങ്ങനെ DNA-യിൽ നിന്ന് RNA-യും RNA-യിൽ നിന്ന് പിന്നീട് പ്രോട്ടീനും ഉണ്ടാകുന്ന പ്രക്രിയയെ ദ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്നാണ് വിളിക്കുന്നത്. ബയോളജിയുടെ അടിസ്ഥാന സിദ്ധാന്തമാണിത്. HIV-യെ പോലെയുള്ള ചിലയിനം വൈറസുകൾക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന എൻസൈം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ജനിതക പദാർത്ഥമായ RNA-യിൽ നിന്നും DNA ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം നമുക്ക് മുൻപേ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ പ്രോട്ടീനിൽ നിന്ന് RNA-യും RNA-യിൽ നിന്ന് തിരിച്ച് DNA-യും ഉണ്ടാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സെൻട്രൽ ഡോഗ്മ തിരിച്ചു സംഭവിക്കുമോ? അതേക്കുറിച്ചുള്ള വേണ്ടത്ര വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ലായിരുന്നു. എന്നാൽ ഈ അടുത്ത് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഒരു കാര്യം കണ്ടെത്തി. ചില ബാക്ടീരിയകൾക്ക് പ്രോട്ടീനിൽ നിന്ന് തിരിച്ച് RNA-യും RNA-യിൽ നിന്ന് DNA-യും ഉണ്ടാക്കാനായി സാധിക്കുമത്രേ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആകെ 23 ജോഡി ക്രോമസോമുകളാണ് ഉള്ളത്. അതായത് 46 ക്രോമസോമുകൾ. ഈ ക്രോമസോമും DNA-യും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്രോമസോം എന്ന് പറഞ്ഞാൽ DNA ചുറ്റി ഉണ്ടാക്കുന്ന ഒരു സംഗതി, അത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലും DNA ഉണ്ട്. ഈ DNA ഏകദേശം 2 മീറ്ററോളം നീളം വരും. ഇങ്ങനെയുള്ള ഒരു DNA ആ കോശത്തിനുള്ളിൽ ഒതുക്കി നിർത്താൻ വേണ്ടി ചുറ്റി ക്രോമസോമുകളാക്കി മാറ്റുന്നു. നമ്മുടെ കയ്യിലെയും കാലിലെയും ഒക്കെ സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങളിൽ 23 ജോഡി ക്രോമസോമുകൾ ഉണ്ടാകും. അതിൽ ഓരോന്നിനും ഓരോ വലിപ്പമായിരിക്കും. ഈ 46 ക്രോമസോമുകളിൽ 23 ലഭിക്കുന്നത് അച്ഛന്റെ ബീജത്തിൽ നിന്നും അമ്മയുടെ അണ്ഡത്തിൽ നിന്നുമാണ്. അതായത് അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ഡവും കൂടിച്ചേർന്ന് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം ഉണ്ടാകുമ്പോൾ അതിൽ മൊത്തം 46 ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. ഈ 46 ക്രോമസോമുകളിൽ 2 അതാണ് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ 2 ക്രോമസോമുകളും XX ആണെങ്കിൽ നിങ്ങൾ പെണ്ണാണ്, XY ആണെങ്കിലോ നിങ്ങൾ ആണായിരിക്കും. അതായത് Y ക്രോമസോമും അതിലുള്ള ജീനുകളുമാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം തീരുമാനിക്കുന്നത്. ആ ഒരു Xന്റെയും Yയുടെയും ഇടയിലുള്ള വ്യത്യാസം മാത്രമേ സ്ത്രീയും പുരുഷനും തമ്മിലുള്ളൂ. ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും ഉള്ളത് ഏറെക്കുറെ ഒരേ തരം ജീനുകളാണ്. പക്ഷേ ആ ജീനുകൾ പ്രവർത്തിക്കുന്നതാകട്ടെ പലരിലും പല രീതിയിലായിരിക്കും. ഒരാളിൽ ഒരു കൂട്ടം ജീനുകളുടെ പ്രവർത്തനം ഒരു തരത്തിലായതുകൊണ്ട് അയാൾക്ക് ഉയരം കൂടാം. ഇനി മറ്റൊരാളിൽ ഇതേ ജീനുകളുടെ പ്രവർത്തനം മറ്റൊരു തരത്തിലായതുകൊണ്ട് ഉയരം കുറയാം. ഇങ്ങനെ ഓരോ സവിശേഷതകളെയും നിയന്ത്രിക്കാൻ ജീനുകളുടെ പ്രവർത്തനത്തിന് സാധിക്കും. മ്യൂട്ടാജൻസ് എന്ന് വിളിക്കുന്ന ചില രാസവസ്തുക്കളുടെ പ്രവർത്തന ഫലമായും ജീനുകളുടെ പ്രവർത്തനം മാറി മറിയാം. ഇങ്ങനെ വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ ക്യാൻസർ ഉണ്ടാകും. മനുഷ്യന്റെ ശരീരത്തിൽ പ്രോട്ടീനുകളെ ഉണ്ടാക്കാൻ കഴിവുള്ള ഏകദേശം 24,000-ഓളം പ്രോട്ടീൻ കോഡിംഗ് ജീനുകളും പ്രോട്ടീനുകളെ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ഏകദേശം 34,000-ഓളം ജീനുകളും ഉണ്ടെന്നാണ് കണക്ക്. പുതിയ പഠനങ്ങൾ വരും തോറും ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ക്രോമസോമായി ചുറ്റിവെച്ചിട്ടുള്ള DNA-യുടെ പല സെക്ഷനുകളിലായിട്ടാണ് ജീനുകളെ കാണാൻ സാധിക്കുക. സാധാരണഗതിയിൽ ഒരു ജീനിന് 2 കോപ്പികളാണ് ഉണ്ടാവുക. ഒരെണ്ണം അച്ഛനിൽ നിന്ന് ഉള്ളതും ഒരെണ്ണം അമ്മയിൽ നിന്ന് ഉള്ളതും. ഈ കോപ്പികൾ അലീൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഒരു കോശം വിഭജിച്ച് 2 കോശങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, അതായത് കോശ വിഭജനത്തിന്റെ ഘട്ടത്തിൽ അമ്മക്കോശത്തിൽ ഉണ്ടായിരുന്ന DNA റെപ്ലിക്കേഷൻ എന്ന പ്രക്രിയ വഴി DNA പോളിമറേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെ തനിക്ക് ഉണ്ടായിരുന്ന DNA-യുടെ പുതിയ കോപ്പികൾ ഉണ്ടാക്കും. എന്നിട്ട് അത് പുതുതായി ഉണ്ടാകുന്ന കോശങ്ങൾക്ക് വിഭജിച്ചു നൽകും. കുറച്ചു മുൻപ് നമ്മൾ ക്രോമസോമുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ചില ആളുകളിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ക്രോമസോമുകളുടെ എണ്ണത്തിൽ അപാകതകൾ ഉണ്ടാകാം. ഒരു X ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ നേരിടുന്ന അവസ്ഥയാണ് ടർണർ സിൻഡ്രം. പുരുഷന്മാരിൽ ഒരു X ക്രോമസോം അധികമായി കിട്ടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രം. ഈ സിൻഡ്രമുള്ള പുരുഷന്മാരിൽ സ്ത്രീകളുടെ ചില ശാരീരിക സവിശേഷതകൾ കാണാൻ സാധിക്കും. ഇതുപോലെ ക്രോമസോമുകളുടെ എണ്ണം മാറിയും മറിഞ്ഞും വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. ഇതുവരെ പറഞ്ഞതനുസരിച്ച് DNA ഒരു നൂലായി കരുതിയാൽ ആ നൂൽ ചുറ്റി ഉണ്ടാക്കിയ ഒരു നൂലുണ്ടയാണ് ക്രോമസോം എന്ന് പറയാൻ കഴിയും. DNA സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണുക ബുദ്ധിമുട്ടാണ്. എന്നാൽ ക്രോമസോമുകളെ ഒരു സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും. ഒരു ജീനിന് 2 അലീലുകൾ വീതമുള്ള ഒരു ഡിപ്ലോയിഡ് ജീവിയാണ് മനുഷ്യൻ. ഒരു ജീനിന് 2-ൽ കൂടുതൽ അലീലുകളുള്ള ട്രിപ്ലോയിഡ്, ടെട്രാപ്ലോയിഡ്, പോളിപ്ലോയിഡ് ജീവികളും ഉണ്ട്. ഏറ്റവും കൂടുതൽ ക്രോമസോമുകളുള്ള ഡിപ്ലോയിഡ് ജീവി ഏതാണെന്ന് അറിയാമോ? അത് ഒരു പൂമ്പാറ്റയാണ്. പോളിയോമേറ്റസ് അറ്റ്ലാന്റിക്ക എന്ന പൂമ്പാറ്റയ്ക്ക് 452ഓളം ക്രോമസോമുകൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ ക്രോമസോമുകൾ ഉള്ള സസ്യം ടെറിഡോഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒഫിയോഗ്ലോസം റെറ്റിക്കുലേറ്റമാണ്. 720 ജോഡി ക്രോമസോമുകളാണ് അതിന് ഉള്ളത്. ഇനി DNA നമുക്ക് വെറും കണ്ണുകൾ കൊണ്ടൊന്ന് കണ്ടാലോ? ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ കുറച്ച് DNA ഉണ്ട്. അതിനെ നമുക്ക് UV ലൈറ്റിൽ ഒന്ന് കാണാം. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു ജെല്ല് നിർമ്മിക്കണം. അഗാറോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നമുക്ക് ജെല്ല് നിർമ്മിക്കേണ്ടത്. അഗാറോസ് എന്ന ഈ പദാർത്ഥത്തെ TI എന്ന ബഫർ ഒഴിച്ച് ഓവനിൽ വെച്ച് ഉരുക്കിയെടുക്കണം ആദ്യം. തുടർന്ന് അതിനെ വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കണം. ശേഷം അതിലേക്ക് ഈ സംഗതി കുറച്ച് ചേർക്കണം. ഇതാണ് എഥിഡിയം ബ്രോമൈഡ്.
DNA എന്ന ചുറ്റുഗോവണിയുടെ പടികളിൽ ഇറുക്കി പിടിച്ച് അൾട്രാവയലറ്റ് ലൈറ്റിൽ DNAക്ക് ഓറഞ്ച് നിറം കൊടുക്കുന്ന ഒരു രാസവസ്തുവാണ് എഥിഡിയം ബ്രോമൈഡ്. ഇങ്ങനെ തയ്യാറായ ഈ മിശ്രിതം ഇവിടെ ഇത്തരത്തിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിക്കണം. ഈ ട്രേയിൽ ചുവന്ന നിറത്തിൽ പല്ലുകളുള്ള ഒരു കോമ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ജെല്ലിൽ DNA നിറയ്ക്കാൻ ആവശ്യമായ ചെറുകുഴികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ കോമ്പിന്റെ ജോലി. അങ്ങനെ ഉറച്ചു കട്ടിയായ ജെല്ലിനെ TAE ബഫർ നിറച്ച ഈ ടാങ്കിലേക്ക് വെക്കണം. ജെല്ല് ബഫറിൽ മുങ്ങി നിൽക്കണം. ഈ ടാങ്ക് കണ്ടോ? ഈ ടാങ്കിന്റെ മുകൾ ഭാഗത്ത് കറുപ്പ് നിറത്തിലുള്ളത് നെഗറ്റീവ് ഇലക്ട്രോഡും താഴ്ഭാഗത്ത് ചുവപ്പ് നിറത്തിലുള്ളത് പോസിറ്റീവ് ഇലക്ട്രോഡുമാണ്. ഈ ടാങ്കിലേക്ക് 110 വോൾട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ DNA നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ വശത്ത് നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ വശത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ ജെല്ലിലെ ചെറിയ സുഷിരങ്ങളിലൂടെ സഞ്ചരിക്കും. DNAക്ക് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. DNAക്ക് നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫേറ്റുകളാണ്. DNA ജെല്ലിലുള്ള ഈ കുഴികളിലേക്ക് നിറയ്ക്കുന്നതിന് മുൻപായി അതിലേക്ക് സ്വൽപ്പം ഈ നീല നിറമുള്ള ലോഡിംഗ് ഡൈ ചേർത്ത് കൊടുക്കണം. DNAയുടെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത കൂട്ടി കുഴികളിലേക്ക് പെട്ടെന്ന് വീഴാനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ജെല്ലിലെ സുഷിരങ്ങളിലൂടെ വലുപ്പത്തിനനുസരിച്ച് DNA നമുക്ക് വേർതിരിക്കാൻ കഴിയും. വലുപ്പം കൂടിയ DNAകൾ ജെല്ലിന്റെ മുകൾ ഭാഗത്തും വലുപ്പം കുറവുള്ള DNAകൾ വളരെ വേഗതയിൽ സഞ്ചരിച്ച് ജെല്ലിന്റെ താഴ്ഭാഗത്ത് എത്തും. DNAയുടെ സൈസ് മനസ്സിലാക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. ഇതാണ് ലാഡർ അഥവാ മാർക്കർ. 100, 200, 300, 400, 500, 1000, 3000 എന്നിങ്ങനെ ഈ ലാഡറിൽ പല വലുപ്പത്തിലുള്ള DNAയുടെ തന്മാത്രകൾ ഉണ്ട്. മാർക്കറിലെ ഏതു വരയുടെ നേരെയാണോ നമ്മുടെ സാമ്പിളിലെ DNAയുടെ വര വരുന്നത് അതാണ് നമ്മുടെ സാമ്പിളിലെ DNAയുടെ സൈസ്. നൈട്രജൻ ബേസുകളുടെ എണ്ണം അനുസരിച്ചാണ് DNAയുടെ സൈസ് പറയുക. 240 നൈട്രജൻ ബേസുകളുള്ള DNAയുടെ സൈസ് ആണ് 240 BP അല്ലെങ്കിൽ 240 ബേസ് പെയർ. 1000 നൈട്രജൻ ബേസുകളുള്ള DNAയുടെ സൈസ് ആകട്ടെ 1000 BP ആണ്. ഇവിടെ DNA ജെല്ലിലേക്ക് നിറയ്ക്കാനായി നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോ പൈപ്പറ്റ് ആണ്. ചെറിയ മൈക്രോ ലിറ്റർ അളവിൽ സാമ്പിളുകൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോ പൈപ്പറ്റ്. 20 മൈക്രോ ലിറ്റർ, 200 മൈക്രോ ലിറ്റർ, 1000 മൈക്രോ ലിറ്റർ അല്ലെങ്കിൽ 1 ml എന്നിങ്ങനെയുള്ള അളവുകളിൽ സാമ്പിളുകളെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന മൈക്രോ പൈപ്പറ്റുകളും അവയിൽ ഘടിപ്പിക്കുന്ന ടിപ്പുകളും ഉണ്ട്. ഈ വിശേഷമെല്ലാം പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ DNA ആവശ്യത്തിന് ജെല്ലിലൂടെ ഓടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കണ്ടില്ലേ? അൾട്രാവയലറ്റ് ലൈറ്റിൽ ഓറഞ്ച് നിറത്തിൽ തിളങ്ങുന്ന DNA. എന്റെ സാമ്പിളിലെ DNAയുടെ ബാൻഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം മാർക്കറും. ക്യാൻസറിന് കാരണമാകുന്ന മ്യൂട്ടേഷനുകൾ ഉണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണ് എഥിഡിയം ബ്രോമൈഡ്. അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിച്ച് വളരെ സുരക്ഷിതമായി മാത്രമേ എഥിഡിയം ബ്രോമൈഡും അതുപയോഗിച്ച് നിർമ്മിച്ച ജെല്ലുമൊക്കെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഒരു ക്രൈം സീനിൽ നിന്ന് നമുക്ക് കുറച്ച് DNA കിട്ടുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ വളരെ കുറച്ച് അളവ് മാത്രം. നമുക്കതിന്റെ അളവ് വർദ്ധിപ്പിക്കണമെന്ന് വിചാരിക്കുക. അതിനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് PCR മെഷീൻ. ഈ മെഷീൻ ഉപയോഗിച്ച് ഒരു DNA തന്മാത്രയുടെ എത്ര വേണമെങ്കിലും കോപ്പികൾ എടുക്കാൻ സാധിക്കും. DNA പ്രധാനമായും 3 തരം ഉണ്ട്. DNA A, B, Z. പൊതുവെ കാണപ്പെടുന്ന DNA അത് DNA B ആണ്. DNAയുടെ ഘടന ആദ്യമായി വിവരിച്ചു എന്ന ഖ്യാതി സ്വന്തമാക്കിയത് 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. അവരുടെ ഈ കണ്ടെത്തൽ റോസലിൻ ഫ്രാങ്ക്ലിന്റെയും മോറിസ് വിൽക്കിൻസിന്റെയും പഠനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ്. പക്ഷേ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും ലഭിച്ചതുപോലെയുള്ള ഒരു പരിഗണന ഇവർക്ക് ലഭിച്ചില്ല എന്ന് വേണം പറയാൻ. DNAയുടെ കഥ ഒരു നോവലാണെങ്കിൽ ഇവിടെ ഇത്രയും നേരം വിവരിച്ചത് ഒരു ആമുഖം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൂടുതൽ വിശേഷങ്ങളുമായി ഉടനെ വരാം.